അതിഥികളുടെയും കൂടെ അറിവിലേക്കായി അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ 6 ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി. അതായത് ജാമ്യമില്ല, കേജ്രിവാളിന് തിരിച്ചടി. കേജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. 6 ദിവസത്തേക്കാണ് വിട്ടിരിക്കുന്നത്. 10 ദിവസമാണ് അവർ ആവശ്യപ്പെട്ടത്. 6 ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അവിടുന്ന് ദൃശ്യങ്ങൾ കൂടി വരികയാണ്. ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണുന്നത്. മാർച്ച് 28 വരെയാണ് കസ്റ്റഡി അനുവദിച്ചുകൊണ്ട് ഡൽഹി റൌസ് അവന്യൂ കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. 3.25 മണിക്കൂറോളമാണ് ഇന്ന് ഇരുഭാഗത്തിൻ്റെയും വാദഗതികൾ കോടതി കേട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. കേജ്രിവാളിനെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഇ ഡിയുടെ വാദം അംഗീകരിച്ചിരിക്കുകയാണ് കോടതി. 16 മണിക്കൂറാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേജ്രിവാളിനെ കസ്റ്റഡിയിൽ വെച്ചിരുന്നത് ഇ ഡി. അതിനുശേഷമാണ് ഇന്നിപ്പോൾ റൌസ് അവന്യൂ കോടതിയിൽ കൊണ്ടുവന്നത്. 3.25 മണിക്കൂറോളം അവിടെ വാദപ്രതിവാദങ്ങൾ നടന്നു. ഇപ്പോൾ കോടതിയുടെ തീരുമാനം വന്നിരിക്കുകയാണ്. കേജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. വീണ്ടും അതിഥികളിലേക്ക്. പ്രകാശ് ബാബു, പറഞ്ഞുകൊള്ളൂ. നോക്കൂ വേണു, രാജ്യത്തെ പൊതുരംഗത്തെ അഴിമതി അത് തടയാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2011 ഈ രാജ്യത്ത് അണ്ണാ ഹസാരയുടെ കൂടെ സമരം നടത്തി അതിൻ്റെ പേരിൽ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുള്ള അഭിനവ ഗാന്ധിജി എന്നറിയപ്പെട്ട ഇദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ അധികാരത്തിൽ വന്ന നിങ്ങൾ എപ്പോഴാണ് ലോക്പാലിനെ നിയോഗിച്ചത്? പറയട്ടെ, നോക്കൂ, ഒന്ന് വേണു ദേവിയെ, നിങ്ങളിപ്പോൾ 8 തവണയാണ് ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇന്റർഫിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് അവസാനം ചോദിക്കാം. ഒരാളോടും ചെയ്യാതെ വസ്തുതകളുടെ ഒരു വശം മാത്രം പറഞ്ഞു പോയിക്കൂടായല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ള അങ്ങ് തുടർന്നോളൂ. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയാണ് വിമർശിച്ചത് കേട്ടോ മോദി സർക്കാരിനെ. ലോക്പാൽ നിയമനം വെച്ച് നീട്ടുന്നതിൽ സുപ്രീം കോടതിയാണ് വിമർശിച്ചത്. പ്രകാശ് ബാബു തുടർന്നു. പറഞ്ഞതെല്ലാം വസ്തുതയായിട്ട് വേണു അംഗീകരിച്ചു. ഇവിടെ 2022 സെപ്റ്റംബർ മാസം മുതൽ 2024 മാർച്ച് വരെ 4 പേർ 1.5 വർഷമായി ജയിലിൽ കിടക്കുന്ന ഒരു കേസാണിത്. ഈ കേസിൽ വളരെ കൃത്യമായി നിങ്ങളുടെ ചാനൽ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തല്ലോ, ഇടപാടിലെ മുഖ്യ ആസൂത്രകൻ ഇതില് അരവിന്ദ് കെജ്രിവാളാണ്. മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇതിലെ ഏറ്റവും വലിയ മുഖ്യ പങ്ക് കെജ്രിവാളിനാണ്. വിജയ് നായരോട് പണം ചോദിച്ചത് കെജ്രിവാളാണ്. അതിനുള്ള വാട്സപ്പ് ചാറ്റ്, അതേപോലെ തന്നെ കോൾ റെക്കോർഡുകളുണ്ട്. ഇത് ഗോവയിൽ തെരഞ്ഞെടുപ്പിനടക്കം കൊണ്ടുപോയി എന്ന് നിങ്ങളുടെ ചാനലടക്കം റിപ്പോർട്ട് ചെയ്തല്ലോ. ഇവിടുന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഗൂഢാലോചനയുടെ കേന്ദ്രമായ ഒരാളെ ഒരു സമൻസ് അയച്ചു നോക്കൂ. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അത് അംഗീകരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ഒക്ടോബർ മാസം, അതായത് 2023 ഒക്ടോബർ മാസം 30 മുതൽ നീണ്ട 7 മാസക്കാലത്തിനിടയിൽ 9 തവണ സമൻസ് അയച്ചിട്ട് ഒരു തവണ പോലും വന്നില്ലല്ലോ. ഇവിടെ നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനം എന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണം നടത്തിയല്ലോ. 9 തവണ. എന്താണോ കെജ്രിവാളിന് ഈ കേസുമായി ബന്ധപ്പെട്ട് സിസോദിയ ജയിലിൽ കിടക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട്. പ്രകാശ് ബാബു, ഞാൻ വരാം. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചർച്ചയിലേക്ക് തന്നെ തിരികെ എത്താം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. ബൽറാം, എന്താണ് കോടതി ഉത്തരവ്? വേണുഗോപാലകൃഷ്ണൻ, കെജ്രിവാളിന് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തിരിച്ചടി ഏറ്റിരിക്കുന്നു. അദ്ദേഹത്തിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 6 ദിവസത്തെ കസ്റ്റഡിയിലാണ് കെജ്രിവാളിനെ വിട്ടിരിക്കുന്നത്. ഈ മാസം 28 വരെ അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായിരിക്കും. ഈ കേസിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ തെളിവുകൾ ഉണ്ട് എന്നും വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നും 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത്. ഇത്
പരിഗണിച്ച് മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ ഈ കേസിൽ നടന്നിരുന്നു. ഏതാണ്ട് 3 മണിക്കൂറോളമാണ് വാദപ്രതിവാദങ്ങൾ നടന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങളും കെജ്രിവാളിന്റെ അഭിഭാഷകരുടെ വാദങ്ങളും പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ജഡ്ജി ഡൽഹി റോസ് അവന്യൂ കോടതി ജഡ്ജി ഇക്കാര്യത്തിൽ വിധി എഴുതിയിരിക്കുന്നത്. കെജ്രിവാളിനെ ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തെ കോടതിയിൽ എത്തിച്ച അതേ പിൻ ഗേറ്റിലൂടെയാണ് അദ്ദേഹത്തെ തിരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. കെജ്രിവാളിനെ ഈ മാസം 28 വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കെജ്രിവാളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ ഉന്നയിച്ചത്. മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. കാരണം സർക്കാരിന്റെ നയമാണ് ഈ ഡൽഹിയുടെ പുതിയ മദ്യനയം എന്നുള്ളത്. അത് ഈ കമ്പനികൾക്ക് അനുകൂലമായ തരത്തിൽ മാറ്റി എഴുതുന്നതിന് സർക്കാരിന്റെ തലവനും പാർട്ടിയുടെ തലവനുമായ അരവിന്ദ് കെജ്രിവാളിന് നിർണായക പങ്കുണ്ട് എന്നും കെജ്രിവാൾ ഈ കോഴ ആവശ്യപ്പെട്ട് വാങ്ങുകയായിരുന്നു ഈ കമ്പനികളിൽ നിന്ന് എന്നതടക്കമുള്ള വാദമുഖങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചു. കൂടാതെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള ഗുരുതരമായ നടപടികൾ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ഈ ഇടപാട് നടന്ന ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു എന്നുമുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ കെജ്രിവാൾ ആവശ്യമായ തെളിവുകൾ ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം തന്നെ നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഈ റിമാൻഡ് അപേക്ഷയെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി സമർപ്പിച്ച അപേക്ഷ കോടതി പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ED 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടു എങ്കിൽ 6 ദിവസത്തെ കസ്റ്റഡി കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുവദിച്ചിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയുടെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും കെജ്രിവാളിനെതിരെ തെളിവില്ല എന്നുമുള്ള തുടർ ആരോപണങ്ങളാണ് അല്ലെങ്കിൽ പ്രതിരോധങ്ങളാണ് ഈ ആം ആദ്മി പാർട്ടി തീർത്തത് എങ്കിൽ അതിനെ കോടതിയുടെ ഈ ഒരു തീരുമാനത്തോടുകൂടി അതുപോലും ഗണ്ണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കെജ്രിവാളിനെ ഇപ്പോൾ കോടതിയിൽ നിന്നും ED ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വേണു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കെജ്രിവാളിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. 6 ദിവസത്തെ ED കസ്റ്റഡിയിൽ കെജ്രിവാളിനെ വിട്ടിരിക്കുകയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി. ഇന്ന് 3.25 മണിക്കൂറോളമാണ് ഇരുഭാഗത്തെയും വാദം കോടതി കേട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. 6 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ കെജ്രിവാളിന് കഴിയേണ്ടി വരും. ബൽറാമാണ് വിശദാംശങ്ങൾ നൽകിയത്.